അപ്പം കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. കുറേ നാളായി നമ്മൾ ഇങ്ങനെ തേടി മേടിച്ചപ്പോഴേ നമ്മൾ ഒരുപാട് നാളെ ശേഷം വീഡിയോ ചെയ്യും കേട്ടോ. എനിക്ക് കുറച്ച് പനിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു, ചുമ. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 10-25 ദിവസത്തോളമായി കേട്ടോ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം എനിക്ക് തീരെയും വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതെ പിന്നെ അതിനിടയ്ക്ക് കുട്ടൻ്റെ സുഖമില്ലാതായി. പിന്നെ വീട്ടിൽ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ ചുമയൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു 4-5 ദിവസം അയാൾ മാറിയിട്ട് കേട്ടോ. ഭയങ്കര ക്ഷീണവും തളർച്ചയും പനിയുടെ അസ്വസ്ഥതയും ഒക്കെ ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാക്കാനും പാചകം ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് കുട്ടന് ഒരിച്ചിരി ആശ്വാസമുണ്ട് വയറുവേദനയൊക്കെ. പിന്നെ പിള്ളേർ 2 പേരും ഉണ്ട് ഇവിടെ. കുട്ടനും ശ്രീകുട്ടനും ദേവനും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലെ കുട്ടനും ശ്രീകുട്ടനും കൂടെ പോയി കുറച്ച് ചൂണ്ടയിട്ട് അങ്ങനെ കുറച്ച് മീൻ കിട്ടി കേട്ടോ. കായലിലെ മീനാണ്, തേട്, കായലിലെ കൂരി എന്ന് പറയും. അപ്പോൾ അത് കിട്ടി. ഇന്നൊരു കറി വെക്കാമെന്ന് വെച്ചാൽ അപ്പം ഞാൻ മേടിച്ച് കുറേ ദിവസമൊക്കെ അതിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നാൽ ഒരു ചെറിയൊരു വീഡിയോ കിടക്കട്ടെ എന്ന് കരുതി ഞാൻ ആ കൂരി കറി വെക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ ചെയ്ത്. അപ്പം ഞാൻ അങ്ങനെ തുടങ്ങിയത് കേട്ടോ. ആ മീനൊന്ന് കണ്ടേ ഉണ്ടോ, നമ്മുടെ മീൻ കണ്ടോ, നല്ല പച്ച മീനാട്ടോ. വെള്ളം ഉണ്ട് അതിൻ്റെ മീനിൻ്റെ ആ വെള്ളം ഉണ്ട് അത്രയാണ്. പിന്നെ അതിന് കോര, ഒരു മഞ്ഞക്കോരയും കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് സന്ധ്യ ആയണൊക്കെ അവർ പോയത്, ചൂണ്ടയിടാൻ പോയത്. ഒരു 2 മണിക്കൂർ നിന്ന് കാണുമായിരിക്കും, അത്രയൊന്നും കാണത്തില്ല. അപ്പോൾ എന്തായാലും ഒരു 10-200 രൂപയുടെ മീൻ നമുക്ക് കിട്ടി കേട്ടോ. നല്ല കൂരിയാണ് ഇത്. ഇതുണ്ടോ, ഇത് കൂവത്തേട്, ഈ ചുണ്ടിന് നീളമുള്ളത് കൂവത്തേടെന്ന് പറയും. പിന്നെ സാധാ കൂരി. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. ഇത് ജോലിയാണ് കേട്ടോ, നല്ല ജോലിയുണ്ട് കേട്ടോ ഇത് വെട്ടിയെടുക്കുന്നത്. ഇതിനകത്ത് അത് മാത്രമല്ല, ഇവർ ഇന്നലെ ചൂണ്ടയിട്ട ഒരു ചൂണ്ടയുണ്ടല്ലോ പൊട്ടിച്ചോണ്ട് പോയിട്ട്. ഇതിൽ ഒരാളുടെ വയറ്റിൽ ആ ചൂണ്ടയുണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് എടുക്കണം. അപ്പം കുറേ സമയം എടുക്കും. അപ്പം ഞാൻ എന്തായാലും ഞാനതൊന്ന് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. ഒന്ന് കണ്ടിച്ചെടുക്കാം കേട്ടോ. ഭയങ്കര പാടാണ് ഇതിൻ്റെ മുള്ള് ഒടിഞ്ഞ് വരാൻ. ഉണ്ടോ, തന്നെയല്ല തെറ്റലും ഉണ്ട് ഇതിന്. ഈ മീനിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് കണ്ടിച്ചെടുത്ത് കല്ലിൽ നമ്മൾ തേച്ച് കഴുകണം. കഴിയാലൊന്നും നല്ലപോലെ വെളുക്കും. പക്ഷേ എങ്കിലും നമുക്ക് കഴുകിയിട്ടേ കണ്ടിച്ചിട്ട് കുറച്ച് പുളിവെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അപ്പം ചൂണ്ട എതിലാന്നൊന്നും അറിയാൻ വയ്യ. കണ്ടോ, അപ്പം ഞാനിതൊന്ന് കണ്ടിച്ചെടുക്കട്ടെ ഇനി കേട്ടോ. അപ്പോൾ നമ്മൾ പുളിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ മീനെ. കുറേ നേരം കിടക്കട്ടെ. അപ്പം ഇതിനകത്ത് ചൂണ്ട ഉണ്ടെന്നാണ് ശ്രീകുട്ടൻ പറയുന്നത് കേട്ടോ. എന്തിരിപ്പുണ്ട് ഇതിനകത്ത്? ചൂണ്ടയിരിപ്പുണ്ടോ? ഇത് കണ്ടോ, അത് പിച്ചാത്തി കത്രിയ കണ്ട് എൻ്റെ ചൂണ്ടട ഇത് ചൂണ്ട കയ്യിൽ പൊത്ത് കയറിയില്ലെങ്കിൽ കൊള്ളാം. ഞാൻ അടിക്കണോ? കത്രിയുടെ മൂർച്ച പോയി കേട്ടോ. നമ്മുടെ ചൂണ്ടയുണ്ട് കേട്ടോ. താണ്ടിരിക്കുന്നുണ്ട് ചൂണ്ട കണ്ട കണ്ട. ഇതുണ്ട് ചൂണ്ട പൊക്കി. ഇതുണ്ട്
ഈ ചൂണ്ട ഇന്നലെ അകത്ത് പോയെ. ഇന്നലെ മൊത്തം ഇരിക്കുവായിരുന്നു. ചൂണ്ട എടുക്കാൻ നോക്കി നിങ്ങളില്ലേ? എന്നിട്ട് പറ്റിയില്ലേ? ഇല്ല. പിന്നെ ബാക്കിയുള്ള എല്ലാം താക്കോല് വെച്ച് കുത്തി കുത്തി എടുത്തു. ശ്രീമോനാ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നലെ ചൂണ്ടയിടാൻ പോയ കാര്യം പറഞ്ഞ കുറേ നേരമായിന്ന് പരിശ്രമിച്ച്. ശ്രീകുട്ടൻ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടും കേട്ടോ. നമ്മൾ മീൻ കഴുകി കൊണ്ടുവന്ന് ഉപ്പ് ഇട്ട് വെച്ചിരിക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്ക് ഈ തലയുടെ ഭാഗത്തൊക്കെ ഒരു ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് കേട്ടോ. അതിന് കുറച്ചും കൂടെ ഒന്ന് പുളിവെള്ളത്തിലൊക്കെ കിടന്ന് നല്ലതുപോലെ ഒന്നുകൂടെ തേച്ചെടുക്കുക. വൃത്തിയായിട്ട് വെളുത്ത് വരും ഇത് കേട്ടോ. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് പിച്ചാത്തിക്കൊന്ന് പിടിക്കണം. പിന്നെ നമുക്ക് കൊഞ്ചുകറി ഉണ്ട് കേട്ടോ. കൊഞ്ചുകറിയും കൂടെ ഒന്ന് വെക്കണം. ഇന്നത്തെ കറി അതും കൂടെയൊക്കെയാണ്. അല്ല ഒരു കറി ആയാലും എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാ കാര്യം. അപ്പോൾ ഇനി നമ്മുടെ കറി വെക്കാനുള്ള ഒന്ന് കുളിക്കട്ടെ. ചൂടിൻ്റെ കൊണ്ടായിരിക്കും നല്ല ക്ഷീണവും ഓക്കെ. ഭയങ്കര ചൂട്, നല്ല മഴ. ഇന്നലെ വൈകിട്ട് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴയുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് വെള്ളവും കയറി വരയ്ക്കാത്ത. എന്തിലെവിടെങ്കിലും ഇപ്പോൾ അടിയൂറ്റുണ്ട് കേട്ടോ. ശരിക്കും അടിയൂറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് കട്ടലയുടെ അടിയിൽ നിന്നൊക്കെ പൊന്തി ഈ ടൈല് അടുക്കളയിൽ പൊട്ടിയിടം ഉണ്ട് കേട്ടോ. ഒരു ചെറുതായിട്ട് വർക്ക് ഏരിയയിലൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഈ വെള്ളവും കയറും. അത് ഏറ്റവും കൂടുതൽ ദുരിതം. ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്നത് ഇപ്പം. ഇന്നലെ അല്ലാതെ അധികം വെള്ളം കയറേണ്ടുന്ന മഴയൊന്നും ഇല്ലായിരുന്നു. എന്തായാലും നേരത്തെ ജോലി തീർത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാം. കാരണം രാവിലെ നല്ല ജോലിയായിരുന്നു എനിക്ക് കേട്ടോ. എന്നുവെച്ചാൽ പെരയൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി. ഇന്നലെ കുറച്ച് വെള്ളം കയറിയെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എല്ലാവരും ചവിട്ടിയും തേച്ചു. ഞാൻ പിന്നെ രാത്രി തേച്ച് കഴുകാനൊന്നും പോയില്ല. എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് രാവിലെ അങ്ങ് തേച്ച് കഴുകാമെന്ന്. നമുക്കൊന്ന് നമ്മളെ കറി വയ്ക്കാം. കറി വയ്ക്കാൻ ചട്ടിയൊക്കെ ഒന്ന് വെച്ചു. മീനൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. മീൻ ഒരു 3 കൂരി നമ്മളെ അടുത്ത് മാറ്റിയിട്ടുണ്ട്. അവർക്ക് പിള്ളേർക്കും ലിജിക്കും കൂടെ വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അതാണ് പ്രാധാന്യം. കറിയല്ല ഇവിടെ വിഷയം. ഒരു കറിവേപ്പില വെച്ചായിരുന്നില്ലയോ അതിൽ. എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. ചട്ടിയൊക്കെ കുറച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട്. തീർന്നു പച്ചുലുവായും തീർന്നു. അയ്യോ ദേവൂട്ടനെവിടെ പോയി? അവിടെ ഇല്ലയോ? അടുപ്പൊക്കെ ഒന്ന് വേറെ മാറി വെച്ചു കേട്ടോ. എന്താ പറയുക, അപ്പോൾ അവിടെ വെച്ചപ്പോൾ വെട്ടമില്ല. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളി എല്ലാം കൂടെ ഒന്നിച്ച് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തു കേട്ടോ. ഇവിടെ പച്ചമുളകും കൂടെ കിടന്നിട്ട് എനിക്ക് പച്ചമുളക് വെച്ചിട്ടുണ്ട്. ഇനി കൂടെ ഇടാൻ പോകുന്നുണ്ടോ? എല്ലാം ആഗ്രഹമുണ്ട്, പക്ഷേ സന്ധിക്കല്ലേ പോകുന്നു. എന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹം. അവിടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് നല്ലപോലെ
മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളി കൂടിയാണ് കേട്ടോ. തക്കാളി കൂടിയിട്ട് തക്കാളി എണ്ണയിലൊക്കെ വരും. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വെന്ത് കുഴമ്പ് പരുവാകും. നമ്മൾ കറിവേപ്പില നമ്മൾ കുഞ്ഞിടാം. ലാസ്റ്റ് കറിവേപ്പില ഇടാം നമുക്ക്. എല്ലാം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. എരിവില്ലാത്ത പിരിയനും കാശ്മീരിയും കൂടെ ഒന്നിച്ച് പൊടിച്ച് പൊടിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല, എരിവില്ല. ഇതായിട്ട് എണ്ണയിലൊന്ന് മൂത്ത് വെക്കണം. കറി നല്ലതുപോലെ മുളക് പൊടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നാലേ സിമോൻ കറി വെക്കാൻ പഠിച്ചോണം കേട്ടോ. സിമോൻ കറി വെച്ച ഒരു വീഡിയോ ഉണ്ട് അവരുടെ ചാനലിൽ അല്ലേ ശ്രീകുട്ടാ? കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. പുളി കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു നല്ല ഗ്രേവിയാകും. തക്കാളിയൊക്കെ വെന്ത് ഉടയുമ്പോഴേ മല്ലിപ്പൊടി ചേർത്തിട്ട് നമ്മൾ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ചെറിയ ഉള്ളിയും മാത്രമേ ഉള്ളൂ അതിനകത്ത്, പച്ചമുളക്. ഒരു നല്ലൊരു ഗ്രേവി മിൽക്കായി. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടാം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് ഈ മീൻ ഇച്ചിരി വെള്ളം കൂടെ വെക്കണം കേട്ടോ. എന്ന് പറയുമ്പോൾ ഈ മീൻ ഇച്ചിരി വേവുള്ളതാണ്. അടച്ച് വെച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പ് തിളച്ച് ഒക്കെ വരുന്നുണ്ട്. പിന്നെ മീൻ പറക്കിയിട്ടിട്ട് മുട്ടയുള്ള മീനാട്ടോ. രണ്ടായിട്ട് ഞുറുക്കി ഇട്ടതാണ്. ഒരുപാട് ഞുറുക്കി ഇവിടെ നിന്ന് കറി വെന്ത് പറ്റിട്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇറക്കുമ്പോഴേ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറി വെന്ത് പറ്റി കൂരിക്കറിയുടെ തേട്, കൂരി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. കൂരി എന്ന് പറയുന്നത് കൂരിത്തേട്. കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഈ കച്ചട്ടിൻ്റെ നല്ലപോലെ ഒന്ന് പറ്റും കേട്ടോ. കുറച്ച് പിന്നെ എന്താ നമ്മുടെ കറിവേപ്പില എന്നിട്ട് കൊടുക്കട്ടെ. അപ്പം ഇറക്കി ഒന്ന് അടച്ച് വെക്കാം. ഇങ്ങോട്ട് നിന്ന് മോനെ. തീ ഓഫാക്കട്ടെ. അടുക്കളയ്ക്കകത്ത് വെട്ടക്കുറവാട്ടോ. അതിന് അവിടെ ഇരിക്കട്ട് കറി നല്ലതുപോലെ തണുത്തതിന് ശേഷം എടുക്കാം. അപ്പോഴത്തേക്ക് ഇനി കൊഞ്ചുകറി എന്നൊന്ന് വെച്ചിട്ട് കൊഞ്ചുകറി കൂടെ വെച്ചിട്ട് എല്ലാവർക്കും കൂടെ ചോറ് കഴിക്കാം. ഇപ്പോൾ നമ്മുടെ കൂരി തേട് ഇവിടെ വറുത്തെടുക്കും കേട്ടോ. പിന്നെ
ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊഞ്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കൊഞ്ചുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടൊരു ചെറിയൊരു കറി വെച്ചു. ഒരു കറി മാത്രമായാൽ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കറി, ഒരു നീളത്തിലൊരു കറി കേട്ടോ. ഇതിലേ പറ്റും പിള്ളേരൊക്കെ ഉണ്ടായിട്ട്. പിന്നെ നമ്മുടെ തേട് കറി ഇവിടെ സെറ്റായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ രാവിലത്തെ 2 അപ്പം ഇരിപ്പുണ്ട്. അപ്പം അപ്പവും കൂട്ടി തേട് കറിയും കൂട്ടി അപ്പം കഴിക്കാം. ഒരു തല എടുക്കട്ട്. ഇപ്പോഴേ ഈ തേട് കറിയായിട്ടൊന്ന് അപ്പം കഴിച്ചോളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മുളക് കറി ആയതുകൊണ്ടേ അപ്പം കൂടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. കുറേ നാളായി നമ്മൾ ഇങ്ങനെ തേട് മേടിച്ചിട്ട്. കുറേ നാൾ കായലിൻ്റെ തേട്, കായൽ അങ്ങനെ മേടിക്കാറില്ല. ഇതുപോലെ കുട്ട ചൂണ്ടിടുമ്പോഴാണ് കിട്ടുന്നെങ്കിലേ ഉള്ളൂ. ഈ അടുത്ത സമയത്തൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴേ കഴിക്കത്തില്ല, ഒരാൾ കുറേ കഴിഞ്ഞിട്ട് കഴിക്കത്തില്ല. എല്ലാവരും കാപ്പി കുടിക്കുന്നത് 11 മണിക്ക് കഴിച്ചിട്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഇപ്പം വേണ്ട. അപ്പം ഞാൻ ഈ അപ്പോൾ നമ്മുടെ കൂരിക്കറി എന്നാണ് പിന്നെയും പറയുന്നത് കേട്ടോ. തേട് കറിയായിട്ട് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഒരു കാര്യം, എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്ന് കരുതി ആരും എൻ്റെ വീഡിയോ തട്ടി മാറ്റി കളയരുത്. ഞാൻ ഇനി മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും, എനിക്ക് അസുഖങ്ങളും മറ്റും കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടാൻ ശ്രമിക്കാമെന്നല്ല, വീഡിയോ ഇടാം. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നത് കൊണ്ട് ഞാനിതങ്ങ് നിർത്തി വെക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.